ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിലപാടുകളിൽ മാറ്റം വരുത്തിയ ആളാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം തൻ്റെ നിലപാടുകൾ ആ സമയത്ത് ഒരുപാട് തവണ മാറ്റിക്കൊണ്ടിരുന്നു. ഒരു ചാഞ്ചാട്ട മനോഭാവമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട ചാഞ്ചാട്ടമാവാം അത്, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചാഞ്ചാട്ടമാവാം അത്. ഒരു സമയം അദ്ദേഹം വിശ്വാസികളോട് ഒപ്പമാണെന്ന് പറയുന്നു. അടുത്ത തവണ അദ്ദേഹം സുപ്രീം കോടതി വിധിക്ക് അനുകൂലമാണെന്ന് പറയുന്നു. അങ്ങനെ ആകെ ഒരു അവ്യക്തത ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാർ വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്നാണ്. അസന്നിഗ്ധമായി പറയുന്നു, ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമാണ്, ഏതെങ്കിലും തരത്തിലെ വിശ്വാസികൾക്ക് എതിരല്ല ഈ സർക്കാർ എന്നാണ്. ശബരിമല വിഷയവുമായി അതിന് ബന്ധമുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് പ്രസക്തി ഏറുകയും ചെയ്യുന്നു. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് മന്ത്രിയുടെ നിലപാട്. ശബരിമല ഇടത്താവളത്തിൻ്റെ ശിലാസ്ഥാപനം മുണ്ടേരി മണിയങ്കോട്ടപ്പൻ ക്ഷേത്ര പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപ്പോഴാണ് അദ്ദേഹം വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന നിലപാട് ആവർത്തിച്ചത്. നേരത്തെ ആക്ടിവിസ്റ്റുകൾ കയറിയാൽ എന്താണ് എന്നൊക്കെ ചോദിച്ച മന്ത്രിയാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമെന്ന നിലയിൽ 2017 ശബരിമല ഇടത്താവളം എന്ന ആശയം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. നിരവധി ചർച്ചകൾക്ക് ശേഷം കേരളത്തിലെ 38 ക്ഷേത്രങ്ങളിൽ ഇടത്താവളങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഇപ്പോൾ ഇടത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10 ക്ഷേത്രങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിലൊന്നാണ് മണിയങ്കോട്ടപ്പൻ ക്ഷേത്രം. കിഫ്ബി വഴി 10 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണം. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള വാപ്കോസിനാണ് നിർമ്മാണ ചുമതല. മികച്ച ഗുണനിലവാരത്തോടെ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാപ്കോസിനെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചത്. 600 പേരെ ഉൾക്കൊള്ളുന്ന അന്നദാന മണ്ഡപം, വിരിപ്പന്തൽ, ഓഡിറ്റോറിയം, ഓപ്പണേജ് സ്റ്റേജ്, ആധുനിക പാചകമുറി, ടോയ്ലറ്റ് സൗകര്യം, ശബരിമല ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് കൗണ്ടർ, ഇൻ്റർനെറ്റ് വൈഫൈ സംവിധാനം, ലോക്കർ സൗകര്യം, ഭക്തർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ലഭിക്കുന്ന സ്റ്റോർ തുടങ്ങിയവ ഈ ഇടത്താവളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഭാഗമാണ്, ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഇത്രയും സൗകര്യങ്ങൾ. ഏതായാലും മന്ത്രി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തർക്കൊപ്പമാണ്. ഭക്തരുടെ എല്ലാ വികാരവും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നേറുന്നത്. സർക്കാരിൻ്റെ നിലപാട് അതാണെന്ന് ആവർത്തിച്ച് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ്.